നിങ്ങൾ സിലബസിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങൾ എന്താണ്? ചാണകത്തിൽ നിന്ന് മറ്റേ പ്ലൂട്ടോണിയം വേർതിരിക്കും എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഗോമൂത്രം ഉപയോഗിച്ചിട്ട് കൊറോണയെ നിയന്ത്രിക്കും എന്നുള്ളതാണോ? ഇന്നിപ്പോ നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് നിങ്ങൾ ഹെഡ്ഗേവാറിനെ പഠിക്കേണ്ടി വരും, നിങ്ങൾ VD സവർക്കറെ പഠിക്കേണ്ടി വരും എന്നുള്ളത്. അതിനൊന്നും ഇല്ലേ? നിങ്ങൾ ഈ കൽക്കണ്ടം പൊതിഞ്ഞ് പഞ്ചസാര പൊതിഞ്ഞ് കരിമ്പിൽ മുക്കി ഇത് അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇന്ന് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വായിൽ കൂടി പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാറിന്റെ ചരിത്രമാണ്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനും പൊതിഞ്ഞ് അങ്ങോട്ട് അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പച്ചയ്ക്ക് പറയുന്നു. ഞങ്ങൾ പച്ചയ്ക്ക് വരുന്ന സംശയിക്കുന്നു. ഈ രാജ്യത്തിന്റെ ചരിത്രം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ പഠിക്കേണ്ടതായിട്ട്, വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ചരിത്രം മാത്രമൊന്നും അല്ലല്ലോ. ഇത് രാജരാജ ചോളനെ കുറിച്ച് നമ്മൾ പാട്ടുകളിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ 50 വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ചരിത്രത്തെ കുറിച്ചിട്ടോ പറഞ്ഞിട്ടില്ല. 100% ഞാൻ യോജിക്കുന്നു. ഞങ്ങൾ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിപ്പിക്കും, ഞങ്ങൾ VD സവർക്കറിനെ കുറിച്ച് പഠിപ്പിക്കും, അത് നിങ്ങൾ പഠിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എവിടെയും സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പഠിപ്പിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾക്ക് പറ്റില്ല, പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ആധികാരികമായി പറയുകയാണ്, ആധികാരികമായി ശ്യാംരാജ് പറയുകയാണ് PMCയിൽ ഒപ്പുവെച്ചാൽ ആ സിലബസ് പഠിക്കേണ്ടി വരുമെന്ന്. അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിന്റെ കാര്യമല്ല. ആദ്യം പറഞ്ഞത് എനിക്ക് ഉത്തരം വേണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സംസ്ഥാനം പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ പഠിപ്പിക്കില്ല, നിങ്ങൾ VD സവർക്കറെ പഠിപ്പിക്കില്ല. അതിന്റെ ഉദാഹരണമാണ് ആയുഷ്മാൻ ആരോഗ്യമന്ത്രിയുടെ പേര് മാറ്റേണ്ടി വന്നത്. ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്താ പറഞ്ഞത്? പറ്റില്ല എന്ന് പറയണം. അതുകൂടി ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയണം. ഇത് സർക്കാരല്ലേ? അല്ലല്ല, സർക്കാരല്ലേ മാധു? ഉളുപ്പില്ലാതെ പറഞ്ഞ ഞങ്ങളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ ഏത് നാട്ടുകാര്? നാട്ടുകാരുടെ മൊത്തം നിങ്ങൾ എടുക്കണ്ട. നാട്ടുകാരുടെ നിങ്ങൾ പഠിപ്പിക്കില്ല. നിങ്ങൾക്ക് അത് സാധ്യമാകുമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആയുഷ്മാൻ ആരോഗ്യമന്ത്രിയുണ്ടല്ലോ, അതുപോലെ മന്ദിരം പണിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമായതുപോലെ ഇതിന് സാധ്യമാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ പഠിപ്പിച്ചേക്കും. അല്ലാതെ സംസ്ഥാന സർക്കാർ വേണ്ട എന്ന് വിചാരിച്ചാൽ ശ്യാംരാജെ നിങ്ങൾ പഠിപ്പിക്കില്ല. അതിനുള്ള നോംസ് PMCയിലില്ല. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. നിങ്ങൾക്ക് അധികാരത്തിന്റെ ഹുങ്കും നിങ്ങൾക്ക് പിണ്ണമെടുക്കുന്നുണ്ടെങ്കിൽ അധികാര ദുർവിനിയോഗത്തിന് നിങ്ങൾക്ക് ജനാധിപത്യത്തെ അതിനനുസരിച്ച് പിണ്ണമെടുത്ത് കാണിക്കാൻ കഴിയുമെങ്കിൽ അതിന് ഉറപ്പില്ലെങ്കിൽ ജനങ്ങളോട് അതിനുള്ള ബാധ്യതയില്ലെങ്കിൽ ശ്യാംരാജ് ഈ നോംസ് നടക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ നോംസ് നടക്കില്ല എന്ന് പറഞ്ഞത് പറ്റുന്ന നോംസിനെ പറ്റുമെങ്കിൽ വായിച്ചു എന്റെ ഉള്ളിൽ കിടക്കുന്ന ആരാണെന്ന് ശ്യാംരാജ് നടക്കണ്ട. കേട്ടോ, വിടമാട്ടെ വിടമാട്ടെ. പറ്റുമെങ്കിൽ ഒരു തവണ ഞാൻ പറഞ്ഞല്ലോ, അത് വിട്. നിങ്ങൾ എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്നിന് ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം? ആ തള്ളയുടെ വെട്ടങ്ങനെ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ? കൊണ്ടില്ലല്ലോ. കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളതാ.